Welcome to BSc Main Physics class, semester 6, paper 3, 30th lecture. Today we begin the third unit, optics paper third unit, that is polarization. With the 29 classes, we completed 2 chapters, the interference and diffraction. Now we pass on to the third unit of your syllabus, which is polarization of light. Unit 3, polarization of light. And this is something different from electrical polarization. In your electricity class, you have studied electrical polarization. This is not electrical polarization, it is light polarization. So first question is the definition of polarization. In each chapter, in each case, we define initially the title. In the interference, we have defined the interference. In diffraction also, we have defined the diffraction. And here we define polarization. What is polarization? The phenomenon of restricting the vibration of ether particles in a specified manner and direction is called polarization. The phenomenon of restricting, you note carefully the spellings. The phenomenon of restricting the vibration of ether particles in a specified manner and direction is called polarization. എന്താണ് പോളറൈസേഷൻ? ഇതർ കണങ്ങളുടെ ചലനം, അവയുടെ മോഷൻ, വൈബ്രേഷൻ ചില പ്രത്യേക രീതിയിലും ദിശയിലും നിയന്ത്രിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഈതർ, എന്താണ് ലൈറ്റ് വേവ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാം, ലൈറ്റ് വേവ് ഒരു ട്രാൻസ്വേഴ്സ് വേവാണ്. വേവ് തിയറി പ്രകാരം അത് ഈതർ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക മാധ്യമത്തിലൂടെ പോകുന്നത്. ഈതർ എന്ന് പറയുന്ന മീഡിയം ഇല്ലെന്ന് പിന്നീട് തെളിയിച്ചിട്ടുണ്ട്. ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ അത് പറയുന്നുണ്ട്. പക്ഷേ മാക്സ്വെൽ പറയുന്നത് ഈ ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സാണ്. അപ്പോൾ നമ്മൾ ഈ പോളറൈസേഷൻ പറയാനായിട്ട് ഈ ഈതർ എന്ന് പറയുന്ന സങ്കല്പം കൂടി കണക്കിലെടുക്കും. ഈതർ എന്ന് പറയുന്ന ഒരു ഇമാജിനറി മീഡിയത്തിലൂടെ ട്രാൻസ്വേഴ്സ് നേച്ചറിലാണ് ലൈറ്റ് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈറ്റ് പോകുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ ഈതർ പാർട്ടിക്കിൾ പെർപെൻഡിക്കുലറായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഈ ലൈറ്റ് പോകുന്ന പാത്തിന് പെർപെൻഡിക്കുലറായിട്ട് അപ്പ് ആൻഡ് ഡൗൺ, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അങ്ങനെയൊക്കെ വൈബ്രേറ്റ് ചെയ്യും. എല്ലാ ദിശയിലും വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷനിൽ ചിലത് കട്ട് ചെയ്തിട്ട് ഈ കണങ്ങളുടെ, ഈതർ കണങ്ങളുടെ കമ്പനങ്ങൾ, വൈബ്രേഷൻ ചില ദിശയിൽ മാത്രം നിയന്ത്രിച്ച് നിർത്തുക, അതിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. ലൈറ്റ് പോകുമ്പോൾ ഈതർ കണങ്ങൾ ആ ലൈറ്റ് വേവ് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലറായിട്ട് എല്ലാ ദിശയിലും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവയിൽ മിക്കവാറും വൈബ്രേഷൻസ് കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പെർപെൻഡിക്കുലർ വൈബ്രേഷൻ മാത്രം നിർത്തുക, നിയന്ത്രിച്ച് നിർത്തുക. അങ്ങനെ ചെയ്താൽ ആ ഫിനോമിനെ നമ്മൾ പോളറൈസേഷൻ എന്ന് പറയും. അതിൽ ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. ഈ ഓർഡിനറി ലൈറ്റിൽ എല്ലാ തരം വൈബ്രേഷനും ഉണ്ട്. ലൈറ്റ് പോകുന്ന ദിശയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് എല്ലാ ദിശയിലും വൈബ്രേറ്റ് ചെയ്യും. എന്നാൽ പോളറൈസ്ഡ് ലൈറ്റിൽ ആ വൈബ്രേഷൻ ഒരു ദിശയിൽ മാത്രം, ഒരു ഡയറക്ഷനിൽ മാത്രം ലിമിറ്റ് ചെയ്യും, റെസ്ട്രിക്റ്റ് ചെയ്യും. ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ ഓർഡിനറി ലൈറ്റും പോളറൈസ്ഡ് ലൈറ്റും നമ്മൾ നേരിട്ട് നോക്കിയാൽ മനസ്സിലാകത്തില്ല. നമ്മൾ നേരിട്ട് നോക്കിയിട്ട് ഇതാണ് പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ ആ കാണുന്നതാണ് ഓർഡിനറി ലൈറ്റ്, അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചില എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ ചില പരീക്ഷണം ചെയ്തിട്ട് ഏതാണ് പോളറൈസ്ഡ് ലൈറ്റ്, ഏതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ദ ഫിനോമിനൻ ഓഫ് റെസ്ട്രിക്റ്റിംഗ് ദ വൈബ്രേഷൻ ഓഫ് ഇതർ പാർട്ടിക്കിൾസ് ഇൻ സ്പെസിഫൈഡ് മാനർ ആൻഡ് ഡയറക്ഷൻ ഈസ് കോൾഡ് പോളറൈസേഷൻ. അപ്പോൾ വാട്ട് ഈസ് പോളറൈസേഷൻ എന്ന് ചോദിച്ചാൽ ഒരു സെൻറ്റൻസ് നിങ്ങൾ പറയാൻ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇതാണ് സെൻറ്റൻസ്. ദ ഫിനോമിനൻ ഓഫ് restricting the vibration of ether particles in specified manner and direction. That is a polarization. ഈതർ കണങ്ങളുടെ വൈബ്രേഷനുകൾ ചില പ്രത്യേക ദിശയിലും രീതിയിലും നിയന്ത്രിച്ച് നിർത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. അത്തരം ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് പോളറൈസ്ഡ് ലൈറ്റ്. ഇനി എങ്ങനെ ഈ പോളറൈസ്ഡ് ലൈറ്റ് നമുക്ക് നിർമ്മിക്കാം? പ്രൊഡക്ഷൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റ്, അതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുക. ഈ പടം നോക്കി, ഇത് പോളറൈസ്ഡ് ലൈറ്റ് നിർമ്മിക്കുന്ന രീതി വരച്ചിരിക്കുകയാണ്. ആ പടാദ്യം മനസ്സിലാക്കുക. ആ നടുക്കാണൊരു ക്രിസ്റ്റലാണ്, അതിൻ്റെ പേര് ടൂർമാൽ എന്ന് പറയും. ടൂർമാൽ എക്സൽ. എക്സൽ എന്നുള്ളത് ക്രിസ്റ്റൽ എന്ന് വായിക്കണം. എക്സൽ എന്ന് എഴുതിയാൽ ക്രിസ്റ്റൽ എന്ന് വായിക്കണം. ടൂർമാലിൻ ക്രിസ്റ്റൽ, അതൊരു
നാച്ചുറലി ഒക്കറിങ് ക്രിസ്റ്റലാണ്. അപ്പോൾ അതിനകത്തേക്ക് കടന്നു വരുന്ന ലൈറ്റാണ് കാണിച്ചിരിക്കുന്നത്. ലൈറ്റ് റൈറ്റിലേക്കാണ് പോകുന്നത്, ലൈറ്റ് വേവ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഓർഡിനറി ലൈറ്റ്. അപ്പോൾ അതിനകത്ത് ഡോട്ട് ആരോയും കാണിക്കുന്നുണ്ട്. ആരോ കാണിക്കുന്നത് എപ്പോഴും ഇപ്പോഴുള്ള ഈതർ കണങ്ങളുടെ വൈബ്രേഷനാണ്. പിന്നെ ആ ഡോട്ട് കാണിക്കുന്നത് അങ്ങോട്ട് ഈ സ്ക്രീനിനുള്ളിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു വൈബ്രേഷനാണ്. അപ്പോൾ എല്ലാ വൈബ്രേഷനും നമുക്ക് ഇതുപോലെ കാണിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് 2 വൈബ്രേഷൻ കാണിക്കുന്നത്. ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ, മറ്റത് ഇൻ ടു ദി പേപ്പർ. ആ 2 വൈബ്രേഷൻ കാണിച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് കാണിക്കാൻ ഇവിടെ പറ്റത്തില്ല ഈ പടത്തിൽ, കാരണം ലൈറ്റ് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ടൂർമാലിൻ ക്രിസ്റ്റൽ കടന്നു വരുമ്പോൾ നോക്കി ആ ഡോട്ട് കാണിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഡോട്ട് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വൈബ്രേഷനും നമ്മൾ മാറ്റിയിട്ട് ഈ ആരോ മാത്രമാക്കി നിർത്തും. ആരോ എന്നുള്ള ആ വൈബ്രേഷൻ ആക്കി നിയന്ത്രിക്കും. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് പോളറൈസ്ഡ് ലൈറ്റ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് ഓർഡിനറി ലൈറ്റ് അല്ലെങ്കിൽ അൺപോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു ടൂർമാലിൻ ക്രിസ്റ്റലിനകത്തോട്ട് കടത്തി വിട്ടാൽ നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഓർഡിനറി അൺപോളറൈസ്ഡ് ലൈറ്റ്. ഓർഡിനറി എന്നുള്ള വാക്ക് നോക്ക്. ആ വാക്ക് നമ്മൾ 10-100 പ്രാവശ്യം ഈ ചാപ്റ്ററിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഓർഡിനറി, സാധാരണ ലൈറ്റ് എന്ന് പറയുന്നത്. ഓർഡിനറി 6 സൈലൻ്റായിട്ടും വായിക്കാം. ഓർഡിനറി ലൈറ്റ്. ഈ ഓർഡിനറി എന്നുള്ള വാക്ക് more than 100 times we use in this chapter. Ordinary unpolarized light is passed through a tourmaline crystal. You see tourmaline spelling TOURMALINE. Tourmaline crystal, the emerging light is found to be plane polarized. അതായത് സാധാരണ ലൈറ്റ് നമ്മൾ ടൂർമാലിൻ ക്രിസ്റ്റലിൽ കടത്തി വിട്ടാൽ പുറത്തേക്ക് വരുമ്പോൾ അത് പോളറൈസ്ഡ് ആയിരിക്കും, പ്ലെയിൻ പോളറൈസ്ഡ്. കാരണം ഒരു പ്ലെയിനിൽ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ പ്ലെയിനിൽ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഈ പോളറൈസ്ഡ് ലൈറ്റും അൺപോളറൈസ്ഡ് ലൈറ്റും തമ്മിൽ വ്യത്യാസം? ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓർഡിനറി ലൈറ്റ്, അൺപോളറൈസ്ഡ് ലൈറ്റ് ആൻഡ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. സാധാരണ ലൈറ്റും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഈ പ്ലെയിൻ പോളറൈസ്ഡ് എന്ന് പറയുന്നത് അറിയാമോ? പോളറൈസ്ഡ് ലൈറ്റ്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. കാരണം ഒരു പ്ലെയിനിൽ വൈബ്രേറ്റ് ചെയ്താൽ പോളറൈസ്ഡ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ സർക്കുലറി പോളറൈസ്ഡ്, എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റൊക്കെ പഠിക്കും. അപ്പോൾ അതുമായിട്ട് കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വൈബ്രേഷൻ പ്ലെയിനിലാണ്. നമ്മുടെ പടത്തിൽ കാണുന്നത് ആ പാർട്ടിക്കിൾ ഈ സ്ക്രീനിൻ്റെ പ്ലെയിനിൽ അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തൽക്കാലം ഈ പ്ലെയിൻ പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ പോളറൈസ്ഡ് ലൈറ്റ് മനസ്സിലാക്കിയാൽ മതി. ഡിസ്റ്റിങ്ഷൻ വരുന്നത് ഈ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി ലൈറ്റ് ആൻഡ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അത് ഈ 2 പടത്തിലൂടെ നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലെ പടം കണ്ടോ? അത് 2 അൺപോളറൈസ്ഡ് ലൈറ്റ് കാണിക്കുന്നതാണ്, ഓർഡിനറി ലൈറ്റ് കാണിക്കുന്നതാണ് നമ്മൾ എ എന്നുള്ള പടത്തിൽ. ഇപ്പോൾ ലൈറ്റ് ആദ്യ പടം നോക്കിയ മുകളിൽ ലൈറ്റ് റേ വലത്തോട്ട് പോകുന്നു. നമ്മൾ ഡോട്ടും ആരെയും വരച്ചിട്ടുണ്ട്. അത് എല്ലാ വിധത്തിലുള്ള വൈബ്രേഷൻ കാണിക്കും. താഴത്തെ പടം ലൈറ്റ് റേ നമ്മുടെ നേരെ വരുന്നു, നമ്മുടെ നേരെ വരുന്നു. എല്ലാത്തരം വൈബ്രേഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അത് ഈ 2 പടവും ഓർഡിനറി ലൈറ്റിൻ്റെ പടമാണ്. ആദ്യത്തെ ലൈറ്റ് വലത്തോട്ട് പോകുന്നു, വൈബ്രേഷൻ കാണിച്ചിരിക്കുന്നു. ഇവിടെ ലൈറ്റ് നമ്മുടെ നേരെ വരുന്നു, വൈബ്രേഷൻ കാണിക്കുന്നു. ഇനി രണ്ടാമത്തെ റൈറ്റ് സൈഡിലെ പടത്തിൽ മുകളിൽ കാണിക്കുന്നത് പോളറൈസ്ഡ് ലൈറ്റാണ്. കാരണം അവിടെ ആരോയുള്ള വൈബ്രേഷൻ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു, ഡോട്ട് മാത്രമാക്കി നിർത്തി. ലൈറ്റ് വലത്തേക്കാണ് പോകുന്നത്. താഴെയും പോളറൈസ്ഡ് ലൈറ്റാണ്. ലൈറ്റ് വലത്തോട്ട് പോകുന്നുണ്ട്. ഈ ഡോട്ട് ഉൾപ്പെടെയുള്ള വൈബ്രേഷൻ എല്ലാം കട്ട് ചെയ്തു, ആരോ മാത്രമാക്കി നിയന്ത്രിച്ചു. അതുകൊണ്ട് അത് പോളറൈസ്ഡാണ്. അപ്പോൾ അൺപോളറൈസ്ഡിൽ എല്ലാ വൈബ്രേഷൻസും കാണും, പോളറൈസ്ഡിൽ ഏതെങ്കിലും ഒരു വൈബ്രേഷൻ മാത്രമേ കാണുകയുള്ളൂ. ഈ വൈബ്രേഷൻ, ഇതർ പാർട്ടിക്കിൾ വൈബ്രേഷൻ ലൈറ്റ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലറാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഏതാണ് പറയുന്നത്? ഇൻ ഓർഡിനറി ലൈറ്റ്. ഇപ്പോൾ എത്ര പ്രാവശ്യമായി ഓർഡിനറി എണ്ണിക്കൊള്ളുക. ഇൻ ഓർഡിനറി ലൈറ്റ് either particles vibrate in all directions perpendicular to the
ലൈൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് പോകുന്നതിന് ലംബമായിട്ട് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും എല്ലാ ദിശയിലും. ബട്ട് ഇൻ പ്ലെയിൻ പോളസ് ലൈറ്റ് വൈബ്രേഷൻസ് ഓഫ് ഈതർ പാർട്ടിക്കിൾസ് ആർ കൺഫൈൻഡ് ടു എ സിംഗിൾ പ്ലെയിൻ. ഒരു പ്ലെയിൻ മാത്രമേ ഉള്ളൂ വൈബ്രേഷൻ ഈ പ്ലെയിൻ പോളസ് ലൈറ്റിൽ. ഫിഗർ എ നമ്മൾ കണ്ടതാണ്. ഫിഗർ എ റെപ്രസെൻസ് ഓർഡിനറി അൺപോളസ് ലൈറ്റ് ആൻഡ് ഫിഗർ ബി റെപ്രസെൻസ് പ്ലെയിൻ പോളസ് ലൈറ്റ്. അതാണ്. നെക്സ്റ്റ് ഹെഡിങ് ഈസ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. ബ്രൂസ്റ്റേഴ്സ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എക്സാമിനേഷൻ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഒരു കാര്യം പഠിച്ചു, ഹൗ വിൽ യു പ്രൊഡ്യൂസ് പോളസ് ലൈറ്റ്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് പാസ് ദ ഗിവൺ ലൈറ്റ് ത്രൂ എ ടൂർമാലിൻ ക്രിസ്റ്റൽ ദി എമർജിംഗ് ലൈറ്റ് ഈസ് ഫൗണ്ട് ടു ബി പോളറൈസ്ഡ് എന്ന് പറയുന്നതാണ് ഉത്തരം. ടൂർമാലിനകത്തുകൂടി ലൈറ്റ് കടത്തിവിട്ടാൽ നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടുമെന്ന് പറയുന്നതാണ് ഉത്തരം. ഇനി പോളറൈസ്ഡ് ലൈറ്റ് കാണാൻ വേറൊരു മാർഗ്ഗമുണ്ടോ? വേറെ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? ആ മാർഗ്ഗമാണ് ഈ രണ്ടാമത് പറയുന്നത്, പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. ബ്രൂസ്റ്റേഴ്സ് ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. എങ്ങനെ നോക്കി, ആദ്യം പടത്തെക്കുറിച്ച് പറയാം. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് താഴെ XY എന്ന് കാണിച്ചിരിക്കുന്നത് കണ്ണാടിയാണ്. കണ്ണാടി മിററാണ്. നോർമലാണ് BN. ഒരു റേ ഇൻസിഡൻ്റ് ആയിട്ട് കാണിക്കുക. ഇൻസിഡൻറ്റ് AB ഇൻസിഡൻ്റ് ആയിട്ട് ഒരു തീറ്റ ആംഗിൾ പതിക്കുക. അത് അൺപോളറൈസ്ഡ് ആണ്. അൺപോളറൈസ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഡോട്ടും ആരോയും കാണിക്കുന്നത്. ഓരോ ഒരു മിനിമം ഒരു 3 ആരോ വരച്ചിട്ടുണ്ട്. ഡോട്ട് ആരോ കാണിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് റിഫ്ലക്റ്റഡ് റേ ആണ്, അവിടെ ആരോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കാരണം അത് പോളറൈസ്ഡ് ആണ്. അപ്പോൾ ഇത് പിന്നെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും. അത് ഞാൻ പഠിച്ച കാലത്ത് എനിക്കുണ്ടായ സംശയം ഇതാണ്, അത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഇൻസിഡൻ്റ് വരച്ചപ്പോൾ നമ്മൾ AB വരച്ചിട്ട് ഡോട്ടും ആരോയും വരച്ചു. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകും എത്ര ആരോ വരക്കണമെന്നുള്ളത്, എത്ര ആരോയും എത്ര ഡോട്ടൊക്കെ വരക്കണമെന്ന് സംശയം ഉണ്ടാകും. അതൊക്കെ എനിക്കുണ്ടായ സംശയം. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു മിനിമം 3 വരയ്ക്കുക. ഇതാ കാണുന്ന പോലെ. ഇപ്പോൾ 4, 5, 6 വരച്ചാലും കുഴപ്പമില്ല. നിങ്ങളുടെ സമയം നഷ്ടപ്പെടാതെ വരച്ചിട്ടിരുന്നാൽ മതി. അപ്പോൾ ഡോട്ടും ആരോയും വരക്കണം. അതുപോലെ റിഫ്ലക്റ്റഡിനകത്ത്. പിന്നെ ഈ ഓർഡിനറി വരയ്ക്കുമ്പോൾ നമ്മൾ ആരോ വരച്ച് കുത്തിടണ്ടേ. അപ്പോൾ കുത്തിടാൻ വല്ല എളുപ്പ വഴി കൊണ്ടൊന്നൊരു സംശയം ഉണ്ടാക്കരുത്. കാരണം ഇത് കുറേ വരക്കണമല്ലോ, 3 വരക്കണം, പിന്നെ 3 കുത്തിടണം. അപ്പോൾ അതിന് സമയം പോകില്ലെന്ന് ഒരു സംശയം ഉണ്ടാകും. പിന്നെ പരീക്ഷയ്ക്ക് വളരെ വേഗത്തിൽ എഴുതേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ചിട്ടിരുന്ന സമയം പോകില്ല എന്നുള്ളത്. അതിന് മറുപടി ഇത്രയേ ഉള്ളൂ, അത് വേഗത്തിൽ കുത്തിട്ട് ശീലിക്കണം, അത്രയേ ഉള്ളൂ. അല്ല എളുപ്പവഴിയൊന്നുമില്ല. ആരോ വരച്ചിട്ട് പേന പൊക്കി നടുക്കൊണ്ടെന്ന് വെച്ച് ഒന്ന് കറക്കണം. കറക്കിൽ കുത്ത് കാണുന്നില്ല കേട്ടോ. ഇപ്പോൾ ഡോട്ട് പേന ഉപയോഗിക്കുമ്പോഴേ നമ്മൾ നടുക്കൊണ്ടെന്ന് വെച്ച് പേന ഒന്ന് തിരിക്കണം, എന്നാലേ കുത്തോടെ തെളിയുള്ളൂ. അല്ല വെറുതെ കുത്തിട്ട് പോകുന്ന കാണത്തില്ല. ആ കുത്തിടാൻ എളുപ്പവഴിയൊന്നുമില്ല. അത് നമ്മൾ ചെയ്യുക തന്നെ, സമയമെടുത്ത് ചെയ്യുക തന്നെ വേണം. കുത്ത് കാരണം പേനായുടെ തുമ്പ് ഒന്ന് കറക്കണം അവിടെ വെച്ച്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പോളറൈസ് വരയ്ക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് ആരോ മാത്രം മതി. അപ്പോൾ കണ്ണാടി ലൈറ്റ് പതിച്ചാൽ റിഫ്ലക്റ്റഡ് റേ പോളറൈസ്ഡ് ആണ്. അങ്ങനെ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാം ബൈ റിഫ്ലക്ഷൻ അപ്പോൺ എ ഗ്ലാസ് മിറർ, ഗ്ലാസ് സർഫസ് വി ക്യാൻ പ്രൊഡ്യൂസ് പോളറൈസ്ഡ് ലൈറ്റ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ ആംഗിൾ തീറ്റ ഉണ്ടല്ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അത് എത്ര വേണമെങ്കിലും വരാമല്ലോ. 10 ഡിഗ്രിയോ 30 ഡിഗ്രിയോ 40 വരാമല്ലോ. അങ്ങനെ വരുമ്പോൾ ഓരോ കേസിലും ഈ പോളറൈസേഷൻ്റെ അളവ് മാറും. പോളറൈസേഷൻ്റെ അളവ് മാറും, മിക്സ്ചർ ആയിരിക്കും. അൺപോളറൈസ്ഡിൻ്റെയും പോളറൈസ്ഡിൻ്റെയും ലൈറ്റിൻ്റെയും മിക്സ്ചർ ആയിരിക്കും ഈ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ മാറിക്കൊണ്ടിരുന്നാൽ. ഒരു പ്രത്യേക ആംഗിളിന് മാക്സിമം പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഒരു പ്രത്യേക ആംഗിളിന്. അതിന് ഗ്ലാസ്സിന് ആ വാല്യൂ 57.5 ഡിഗ്രിയാണ്. 57.5 ഡിഗ്രി ഈ ഗ്ലാസ്സിന് ഈ പോളറൈസിങ് ആംഗിളിൻ്റെ വാല്യൂ. അപ്പോൾ 57.5 ഡിഗ്രി തീറ്റായിൽ ലൈറ്റ് പതിച്ചാൽ നമുക്ക് മാക്സിമം പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും, റിഫ്ലക്റ്റ് ചെയ്ത്. ആംഗിൾ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരുന്നാൽ മാക്സിമം പോളറൈസ്ഡ് ലൈറ്റ് കിട്ടത്തില്ല, മിക്സ്ചർ ആയിരിക്കും. ഇത് നോക്കൂ, പോളറൈസ്ഡ് ലൈറ്റ് ക്യാൻ ബി ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ റിഫ്ലക്ഷൻ. അതാണ് സെക്കൻഡ് മെത്തേഡ്. പോളറൈസ്ഡ് ലൈറ്റിൻ്റെ സെക്കൻഡ് മെത്തേഡാണിത്. When ordinary light is reflected from a glass plate partially, plain polarized light is obtained. The percentage of polarization depends on the angle of incidence on surface. അപ്പോൾ എത്രമാത്രം പെർസെൻറ്റേജ് നമുക്ക് ലൈറ്റ് പോളറൈസ്ഡ് ആയിട്ട് കിട്ടുന്നു,
അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയെ ആശ്രയിക്കും. ഫോർ എ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദ പോളറൈസേഷൻ ഇസ് മോസ്റ്റ് കംപ്ലീറ്റ്. ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ദ പോളറൈസേഷൻ ഈസ് മാക്സിമം ഈസ് കോൾഡ് ദ പോളിസി ആംഗിൾ തീറ്റ. ഫോർ ഗ്ലാസ് തീറ്റ ഈസ് 57.5 ഡിഗ്രി. അതാണ് കാര്യം. അപ്പോൾ ഈ ലൈറ്റ് ഓരോ ആംഗിൾ വീഴുമ്പോൾ മിക്സ്ചർ ഓഫ് ലൈറ്റാണ് കിട്ടുന്നത്. അൺപോളറൈസ്ഡ്, പോളറൈസ്ഡ്. പോളറൈസ്ഡ് ലൈറ്റ് മാക്സിമം ആകാൻ വേണ്ട ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ 57.5 ഡിഗ്രിയാണ് ഗ്ലാസ്സിന്. അന്നേരം ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പോളറൈസിങ് ആംഗിൾ. അപ്പോൾ ചോദിക്കാൻ വാട്ട് ഈസ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പോളറൈസിങ് ആംഗിൾ? It is that angle of incidence for a ray of light on a glass surface for which the polarization is most complete. For glass, theta is equal to 57.5 degree. Now comes what is called the famous Brewster's law. Brewster's law, you know the spelling. Brewster, David Brewster. Brewster's law, Brewster's. Brewster's law. This law states that tangent of the polarizing angle is equal to refractive index of the material of the reflector. That is tan theta is mu. This law states that tangent of the polarizing angle is equal to refractive index of the material of the reflector. ഈ ലോ പറയുന്നത് ഇതാണ്. തീറ്റ പോളറൈസിങ് ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ ടാൻ തീറ്റ മ്യൂ ആയിരിക്കും. മ്യൂ എന്ന് പറയുന്നത് മീഡിയത്തിൻ്റെ, ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ടാൻ തീറ്റ മ്യൂ എന്ന് പറയുന്നതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ടാൻജന്റ് ഓഫ് ദി പോളറൈസിങ് ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി റിഫ്ലക്ടർ. ദാറ്റ് ഈസ് ബ്രൂസ്റ്റേഴ്സ് ലോ. ദാറ്റ് യു സ്റ്റഡി, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെയുള്ള നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ബ്രൂസ്റ്റേഴ്സ് ലോ. അപ്പോൾ ഈ പോളറൈസേഷൻ പോയി റിഫ്ലക്ഷൻ ചെയ്തിട്ട് ലോ എഴുതിയാൽ മതി. ലോക്കാണ് പ്രാധാന്യം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് 2 methods to produce polarized light. Give 2 methods to produce polarized light. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഈ മെത്തേഡ് ഉണ്ട് കേട്ടോ. 2 മെത്തേഡ് പഠിച്ചു പോളറൈസ്ഡ് ലൈറ്റ് നിർമ്മിക്കാൻ. ഒന്നാമത്തത് പാസ് ലൈറ്റ് ത്രൂ ടൂർമാലിൻ ക്രിസ്റ്റൽ. രണ്ടാമത്തത് അലൗ ലൈറ്റ് ടു റിഫ്ലക്റ്റ് ഫ്രം എ മിറർ, ഗ്ലാസ് സർഫസ്. ഇപ്പോൾ ടൂർമാലിൻ ക്രിസ്റ്റലിനകത്ത് കൂടി ലൈറ്റ് എടുത്ത് വിട്ടാൽ നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. അല്ലെങ്കിൽ കണ്ണാടിയിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ അനുവദിച്ചാൽ മതി. റിഫ്ലക്റ്റഡ് ലൈറ്റ് പോളറൈസ്ഡ് ആണ്. അത് മാക്സിമം പോളറൈസ്ഡ് ആകാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ 57.5 ഡിഗ്രി ആകണം. അത് ഗ്ലാസിൻ്റെ പോളറൈസിങ് ആംഗിളാണ്. ഇനി പോളറൈസേഷൻ്റെ ഈ ബ്രൂസ്റ്റേഴ്സിൽ വെച്ച് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പ്രത്യേക ഉത്തരം സഹിതം കൊടുത്തിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഷോ ദാറ്റ് വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ സർഫസ് at the polarizing angle, the reflected and the refracted rays are mutually perpendicular. Show that when light is incident on a surface at the polarizing angle, the reflected and refracted rays are mutually perpendicular. അതായത് ഗ്ലാസ് സർഫസിൽ ലൈറ്റ് റേ പോളറൈസിംഗ് ആംഗിളിൽ പതിച്ചാൽ റിഫ്രാക്റ്റഡും ലൈറ്റും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒന്നിനും പറയാം, നീ പടം നോക്കുമ്പോഴേ മനസ്സിലാകുള്ളൂ. ആ പടത്തിൽ XY എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയറും ഗ്ലാസുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന മീഡിയമായിട്ട് വിചാരിച്ചുള്ളൂ. മുകളിൽ കാണുന്ന XYക്ക് മുകളിൽ കാണുന്ന എയറാണ്, താഴെ കാണുന്ന ഗ്ലാസ്സാണ്. അപ്പോൾ AB ലൈറ്റ് അൺപോളറൈസ്ഡ് ലൈറ്റ് ഡോട്ട് ആരെയും കാണിച്ചിട്ടുണ്ട്. അത് തീറ്റ ആംഗിൾ പതിക്കുകയാണ്. തീറ്റ പോളറൈസിംഗ് ആംഗിളാണ്. അപ്പോൾ റിഫ്ലക്റ്റഡ് റേ കിട്ടി നമുക്ക് BC, അവിടെ ആരോ മാത്രം. ഇപ്പോൾ താഴെ ഗ്ലാസ് ആണല്ലോ, അപ്പോൾ ഗ്ലാസ്സിലേക്ക് കണ്ണാടി എല്ലാം ഗ്ലാസ്സാണ്, അപ്പോൾ അകത്തേക്ക് പോകും, ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റ് പോളറൈസ്ഡ് ആയിരിക്കും. അത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് BD. ഇപ്പോൾ BC ആണ് റിഫ്ലക്റ്റഡ്, BD ആണ് റിഫ്രാക്റ്റഡ് പോളറൈസ്ഡ് ആണ്, റിഫ്ലക്റ്റഡ് പോളറൈസ്ഡ് ആണ്. റിഫ്ലക്റ്റഡ് മാക്സിമം പോളറൈസ്ഡ് ആകുന്നത് തീറ്റ നേരത്തെ പറഞ്ഞ 57.5 ഡിഗ്രി വരുമ്പോഴാണ്. ഇവിടെ ചോദ്യം നമുക്ക് തെളിയിക്കേണ്ടത് ഈ തീറ്റ പോളറൈസിംഗ് ആംഗിൾ ആണെങ്കിൽ ഈ BC BD ഉണ്ടല്ലോ, റിഫ്രാക്റ്റഡ് റേസ്, അവയ്ക്കിടക്കുള്ള ആംഗിൾ 90 ആണ് തെളിയിക്കാൻ. ആ 90യോട് മാർക്ക് ചെയ്തോളൂ, നിങ്ങൾ നോക്കുക. 90 റിഫ്ലക്റ്റഡും റിഫ്രാക്റ്റഡിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ് തെളിയിക്കാൻ. വി ഹാവ് ടു ഷോ ദി ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ഈക്വൽ ടു 90.
that is reflected ray and refracted ray are mutually perpendicular. അതാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ നോക്ക്, കൺസിഡർ the surface xy separating two media. AB is the incident ray, theta is the angle of incidence which is equal to polarizing angle, BC is reflected ray and BD is a refracted ray. R is the angle of refraction, theta is the angle of incidence and R is the angle of refraction in the medium. എല്ലാം ഇവിടെ ആണല്ലോ, കാര്യങ്ങളിൽ വ്യക്തമാണ്, പടം നോക്കിയാൽ മനസ്സിലാവും. ആ പടത്തിൽ നിന്നാണ് നമ്മൾ ഇനി പറയുന്ന കാൽക്കുലേഷൻ. വി ഹാവ് ടു പ്രൂവ് ആംഗിൾ CBD is 90, അതായത് റിഫ്രാക്റ്റഡ് റേയുടെ ഇടയ്ക്കുള്ള ആംഗിൾ 90. നമ്മളെ പടത്തിൽ 90 കാണിച്ചിട്ടില്ലേ, അതാണ് തെളിയിക്കാനാണ്. തെളിയിച്ചു കഴിഞ്ഞാൽ അവിടെ 90 ആകുള്ളൂ. മനസ്സിലാക്കാൻ വേണ്ടിയാണ് പടത്തിൽ 90 ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ ആംഗിൾ CBD എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ BC ആൻഡ് BD. വി ഹാവ് ടു ഷോ ഇറ്റ് ഈക്വൽ ടു 90. ബൈ ബ്രൂസ്റ്റേഴ്സ് ലോ വി നോ ടാൻ തീറ്റ ഇസ് mu. എന്താ ടാൻ തീറ്റ? ടാൻ തീറ്റ is sin theta by cos theta. So sin theta by cos theta is mu. Equation number 1. By Sen's law you know sin theta by sin r is mu. Sen's law നമ്മൾ പഠിക്കുമല്ലോ +2 ക്ലാസ്സിലൊക്കെ. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ sin a by sin r is equal to mu എന്നാണ്. ഇവിടെ ഐക്യം ഒരാളും തീറ്റ പറയുന്നത്. സോ sin theta by sin r is mu, that is Sen's law. അപ്പോൾ നമുക്ക് ഇവിടെ മ്യൂവിന് 2 ഇക്വേഷൻ കിട്ടും. 2 ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 2 മ്യൂ ആയതുകൊണ്ട് നമുക്ക് 2 ഇക്വേറ്റ് ചെയ്യാം, LHS ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് sin theta by cos theta is equal to sin theta by sin r. അപ്പോൾ sin theta ന്യൂമറേറ്റർ വെട്ടിപ്പോകില്ല, അപ്പുറം ഇപ്പുറം. അപ്പോൾ cos theta is sin r എന്ന് കിട്ടും. ഡിനോമിനേറ്റർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ cos theta is sin r. ദാറ്റ് ഈസ് cos theta. ഈ സൈൻ ആറിനെ നമുക്ക് cos 90 മൈനസ് ആർ എഴുതാമല്ലോ, കാരണം കൊസൈൻ 90 എടുത്തു കഴിഞ്ഞാൽ കോറേഷ്യോ സൈൻ വരും. ഇപ്പോൾ cos theta is cos 90 മൈനസ് ആർ എന്ന് എഴുതാം, കാരണം cos 90 മൈനസ് ആർ സൈൻ ആർ ആണ്. ഒരു 2 സൈഡിലും കോസ് ആണെങ്കിൽ പിന്നെ ആംഗിൾ ഇക്വേറ്റ് ചെയ്തത് തെറ്റില്ലല്ലോ. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ 90 മൈനസ് ആർ. ആ മൈനസ് ആർ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക, തീറ്റ പ്ലസ് ആർ 90. അപ്പോൾ തീറ്റ പ്ലസ് ആർ 90 ആകുമ്പോൾ ആംഗിൾ CBD എന്താണ്? ആംഗിൾ CBD നിങ്ങൾ നോക്കുക, പടത്തിലായിട്ട് നമുക്ക് തിരിച്ചു പോവാം. ആംഗിൾ CBD ആണ് നമുക്ക് 90 എന്ന് തെളിയിക്കേണ്ടത്. അപ്പം അതിൻ്റെ മുകളിലുള്ള തീറ്റയും, ഇപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണല്ലോ, ഇപ്പോൾ മുകളിലുള്ള തീറ്റയും താഴെയുള്ള ആറും കൂടിയാണ് 90. മുകളിലുള്ള തീറ്റയും താഴെയുള്ള ആറും കൂടിയാണ് 90. അപ്പോൾ ഈ ആംഗിൾ CBD വരുന്ന റൈറ്റ് സൈഡിൽ മൊത്തം ആംഗിൾ 180 ഡിഗ്രി ആണല്ലോ, കാരണം എക്സോയുടെ റൈറ്റ് സൈഡിൽ മൊത്തം ആംഗിൾ 180 ഡിഗ്രിയാണ്. 180യിൽ നിന്ന് തീറ്റ പ്ലസ് ആറ് 90, തീറ്റ പ്ലസ് ആറ് 90 കുറക്കുമ്പോൾ 90 കിട്ടും. 180യിൽ നിന്ന് തീറ്റ പ്ലസ് ആറ് കുറച്ചാൽ ബാക്കി എന്താ ആംഗിൾ ഉള്ളതവിടെ? CBD. അതുകൊണ്ട് ആംഗിൾ CBD 90 എന്ന് വരും. അതാണ് ഇരിക്കുന്നത് ഇവിടെ നോക്കി. ഇൻ ദ ഫിഗർ ആംഗിൾ CBD is 180 minus theta plus r. That is 180 minus 90 because we have proved theta plus r equal to 90. Angle CBD is 90. That is reflected. ഇവിടെ എഴുതിയിട്ടുണ്ട്, സെന്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. That is reflected and refracted rays are mutually perpendicular. Perpendicular is written at the end. Perpendicular. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഷോർട്ട് ആൻസർ. അപ്പോൾ അതൊരു പ്രൂഫാണ്. ആ പ്രൂഫ് എഴുതാൻ പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ പോളറൈസിങ് ആംഗിൾ ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിളും ഒരു +2 ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. 1/sin mu എന്ന് പറയും. റെസിപ്രോക്കൽ ഓഫ് സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ആംഗിളും പോളറൈസിങ് ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ബൈ ബ്രൂസ്റ്റേഴ്സ് ലോ ടാൻ തീറ്റ ഇസ് mu, where theta is the polarizing angle. By Sen's law sin A by sin r 90 ആണല്ലോ, sin A by sin r mu ആണല്ലോ. ആയി 90 വരുമ്പോഴാണ് ഈ r C ആയിട്ട് മാറുന്നത്. ഇപ്പോൾ 1/sin is mu, 2 mu ആണ്. അപ്പോൾ അതിനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ C വിളിക്കുന്നവരെ ക്രിട്ടിക്കൽ ആംഗിളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇക്വേറ്റിംഗ് ടാൻ തീറ്റ ഈസ് 1/sin C.
This is the relation. This is the relation connecting the polarizing angle and the critical angle C. Polarizing angle theta and the critical angle C. And now we have to study some problems. Problems are very important, and only two equations for doing problem. They are tan theta is mu, which is Brewster's law, and other is theta plus R90, second equation. Theta plus R90 is an important equation. And using these two equations, we do problems. And problems in the next class. And that is all with the 30th lecture on optics or the first lecture on polarization. Thank you very much.